ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വിങ്സ് അക്കാദമിയുടെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ഓണം എക്സാമിന് ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ടീച്ചർ കുറച്ചധികം ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് മിക്കതും നമ്മൾക്ക് എക്സാമിന് കണ്ട് നമ്മൾ പരിചയിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിനുള്ള മടിയൊക്കെ മാറാനായിട്ട് ടീച്ചർ അതൊന്ന് കാണിച്ചു തരാം. നമുക്ക് പോവാം. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതൊരു 5 മാർക്കിനോ 4 മാർക്കിനോ ആ ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് അടിച്ച് കണ്ടുകഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ടീച്ചർ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? നമ്മുടെ ഷഹൻഷാ അക്ബർ കോ കൗൻ സിഖായേഗ എന്നുള്ള ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. അതിൻ്റെ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. സൂചന शहनशाह अकबर को कौन सिखाएगा? लोक कथा का ये अंश पढ़े और 1 से 3 तक प्रश्नों के उत्तर लिखे. അതായത് ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്ന് പറഞ്ഞാൽ അതെന്തായിരുന്നു? അത് കഹാനിയാണോ? അല്ല, അതൊരു ലോക്കഥയായിരുന്നു അല്ലേ? ആ ലോക്കഥയിലെ 1 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം? നമ്മൾക്ക് ഒരു ചെറിയൊരു പാരഗ്രാഫ് എന്താ പറയുക, നമ്മളുടെ പുസ്തകത്തിൽ നിന്ന് ഒരു ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും. ആ പാരഗ്രാഫിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പാരഗ്രാഫ് വായിച്ചു നോക്കണം. നമ്മുടെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് അതിനകത്ത് തന്നെ ഉണ്ട്. നമ്മളത് കണ്ടെത്തി എഴുതണം. അതാണ് നമ്മളുടെ മിടുക്കെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. फर्स्ट എന്താ? शहनशाह अकबर को गंभीर चर्चा में मगन विद्वानों की एक समूह को देख रहे थे എന്ന് പറയുന്നത് എന്താ? ഷഹൻഷാ അക്ബർ ആരാ? നമ്മളുടെ കഥയിലെ നായകൻ, നമ്മളുടെ ചക്രവർത്തി ഗംഭീർ ചർച്ച, അതായത് ഒരുപാട് പേര് ഗംഭീരമായി ചർച്ച ചെയ്യുന്ന കുറച്ച് വിദ്വാൻമാരെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. വേ ബീർബൽ കി ഓർ മുടുക്കർ പോലെ. അപ്പം എന്താണ്? നമ്മളുടെ അക്ബർ ചക്രവർത്തിയുടെ അടുത്ത് ആര് നിൽക്കുന്നുണ്ട്? ബീർബൽ നിൽക്കുന്നുണ്ട്. ബീർബൽ ആരാ? നമ്മളുടെ അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയാണ്. മന്ത്രിയുടെ അടുത്തേക്ക് മുട്ടിക്കർ ബോല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞത് എന്താ പറഞ്ഞത്? ബീർബൽ മേ ബഹുത് ചതുർ നഹി ഹൂ. ബീർബൽ മേ ബഹുത് ചതുർ നഹി ഹൂ എന്ന് പറയുന്നത് എന്താ? ബീർബൽ ഞാൻ ഭയങ്കര ബുദ്ധിമാനല്ല, അല്ലെങ്കിൽ എനിക്കെല്ലാം തികഞ്ഞ ആളല്ല. അതായത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ത്? ജിൻകെ ബാരെ മേ നഹി ജാൻത. അതിനെക്കുറിച്ച് എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. എനിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. മേ ഹർ ചീസ് കോ സീഖ്നാ ചാഹത്താ ഹൂ. ഞാൻ എന്താണ്? എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹർ ചീസ് കോ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൽസേ മേരി പടായി ശുരു ഹോ. നാളെ മുതൽ എന്താണ്? എൻ്റെ പഠിപ്പ് നടക്കട്ടെ. ഇസ്ക ഇന്തസാം കരോ. അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ എന്ന് ആരോട് പറഞ്ഞു? നമ്മളുടെ മന്ത്രി ബീർബലിനോട് പറഞ്ഞു. ആര് പറഞ്ഞു? നമ്മളുടെ അക്ബർ ചക്രവർത്തി പറഞ്ഞു. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബഹുത് സി ഏസി ചീസേ ഹേ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സെയിം വരിയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ബഹുത് സി ഏസി ചീസേ ഹേ ജിൻകെ ബാരെ മേ നഹി ജാൻതാ. അതാരാ പറഞ്ഞത്? ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് ആരാ? മന്ത്രി ബീർബലാണോ? ബുഡി മഹിളയാണോ? പിന്നെ ആരാ? വിദ്വാനാണോ? അല്ല. ആരാണ് പറഞ്ഞത്? നമ്മളുടെ അക്ബർ ചക്രവർത്തിയാണ് പറഞ്ഞത്. അക്ബർ ചക്രവർത്തി ആരോടാണ് പറഞ്ഞത്? ബീർബലിനോടാണ് പറഞ്ഞത്. എന്തെന്ന്? ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും എനിക്ക് അറിയത്തില്ല, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞത് നമ്മളുടെ അക്ബർ ചക്രവർത്തിയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ബീർബൽ ആരാണ്? നമ്മളുടെ അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയാണോ പറഞ്ഞത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്ന്? അല്ലല്ലോ. പിന്നെ ആരാ? വിദ്വാനാണോ പറഞ്ഞത്? വിദ്വാനുമല്ല പറഞ്ഞത് ആരാണ്? അക്ബർ ചക്രവർത്തിയാണ്. നമ്മളുടെ അക്ബർ ചക്രവർത്തിയാണ് ആൻസർ എന്ന് പറയുന്നത്. ഈ സംഭവം നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് വായിച്ച്, ജസ്റ്റ് അല്ല കേട്ടോ, നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ യഹ് കിസ്നെ കഹ, അതായത് ഇത് ആരാണ് പറഞ്ഞതിന് പകരം കിസ്സേ കഹ എന്ന് ചോദിക്കാം. കിസ്സേ അതായത് ആരോടാണ് പറഞ്ഞതെന്ന് ചോദിക്കാം. ആരോടാ പറഞ്ഞത്? അപ്പോ പറഞ്ഞത് ആരോടാ? ബീർബലിനോടല്ലേ പറഞ്ഞത്? ബുഡി മഹളിനോടാണ് പറഞ്ഞത്? അല്ല, ബീർബലിനോടാണ് പറഞ്ഞത്. അതായത് ക്വസ്റ്റ്യൻ 2 ടൈപ്പിൽ വരാം. ഒന്നില്ലെങ്കിൽ കിസ്നെ കഹ ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കിസ്സേ കഹ ആരോടാണ് പറഞ്ഞതെന്ന് ചോദിക്കാം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ്. ആൻസർ നമ്മൾക്ക് ഈ ഇതിൽ തന്നെ ഉണ്ട്, ആ കൊടുത്തേക്കുന്ന പാരഗ്രാഫിൽ തന്നെ ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിശേഷൻ ശബ്ദ ചുൻകർ ലിഖേ.
വിശേഷണ പദം കണ്ടെത്തി എഴുതുക. എപ്പോഴും മിക്ക സമയത്തും നമ്മൾ മിക്കതെന്നല്ല എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തായാലും ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ് വിശേഷൺ ശബ്ദ ചുൻകറിലേക്ക്. അതായത് ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തേക്കണേ? ഗംഭീർ ചർച്ച. 2 വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആ വേർഡ്? ഗംഭീർ ചർച്ച, ഗംഭീരമായ ചർച്ച. അതിനകത്ത് ഏതാണ് വിശേഷണ പദം? അതായത് മറ്റൊന്നിനെ വിശേഷിപ്പിക്കുന്നത് ഏതാ? ഗംഭീരമായത്. ചർച്ച എന്നുള്ളത് ഒരു വേർഡാണ്, അതിനെ വിശേഷിപ്പിച്ച് പറയുക ഗംഭീരമായ ചർച്ചയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ചർച്ച നടക്കുകയാണ്, അങ്ങനെ പറഞ്ഞാൽ പോരെ. പക്ഷെ ഇവിടെ എന്താണ്? അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഗംഭീരമായ ചർച്ച, ഗംഭീർ ചർച്ച എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്താണ്? ഗംഭീർ എന്ന് പറയുന്നതാണ് ഇവിടെ വിശേഷണ പദം എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ടീച്ചർ പറയുകയാണെങ്കിൽ ലാൽ ഫൂൽ എന്ന് പറഞ്ഞാൽ എന്നാ? ചുവന്ന പൂവ് അല്ലെങ്കിൽ റെഡ് കളറിലുള്ള പൂവ്. ഈ പൂവിനെ വെറും പൂവ് എന്ന് വിശേഷിപ്പിച്ചാൽ പോരെ, അതിന് ലാൽ കളർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഈ ലാലാണ് എന്ത്? ഇവിടെ ഈ 2 വേർഡുകൾ ലാൽ എന്ന് പറയുന്നതാണ് എന്ത്? അതിന്റെ വിശേഷണ ശബ്ദം എന്ന് പറയുന്നത്. അങ്ങനെയാണ് വിശേഷണ പദം നമ്മൾ എടുത്തെഴുതേണ്ടത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മളുടെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് 3ാമത്തെ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ വാക്യ പിരമിഡ്. ദയവ് ചെയ്ത് നിങ്ങൾ വാക്യ പിരമിഡ് എഴുതുമ്പോൾ അത് പിരമിഡ് ആയിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഇങ്ങനെ ട്രയാങ്കിൾ വരച്ച് എഴുതുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അതുപോലെ ട്രയാങ്കിൾ വരച്ച് തന്നെ എഴുതണം, എന്നാലേ 2 മാർക്ക് കിട്ടത്തുള്ളൂ. ഭയങ്കര സിമ്പിളാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേർഡുകൾ കണക്ട് ചെയ്ത് എഴുതുന്ന പരിപാടിയാണ്. അതായത് ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മുകളിൽ കണ്ടില്ലേ എന്താ കൊടുത്തേക്കുന്നത്? അക്ബർ ചാഹത്തെ ഹേ. അക്ബർ ചാഹത്തെ ഹേ എന്ന് പറഞ്ഞാൽ എന്താ? അക്ബർ ആഗ്രഹിക്കുകയാണ്, ചാഹത്തെ ഹേ. അടുത്ത വരി നോക്ക്, അതിന്റെ കൂടെ ഈ അക്ബർ ചാഹത്തെ ഹേയുടെ കൂടെ ഒരു എക്സ്ട്രാ വേർഡും കൂടി ഇവിടെ ആഡ് ചെയ്ത് വന്നു. ആഡ് ചെയ്ത് വന്ന വേർഡ് ഏതാ? പഠന. അക്ബർ പഠന ചാഹത്തെ ഹേ. അക്ബർ എന്താണ്? പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെ? അക്ബർ എന്താ പഠിക്കാൻ ആഗ്രഹിച്ചത്? ഏതെങ്കിലും ഒരു കാര്യമാണ് ആഗ്രഹിച്ചത്? അല്ല. എന്താണ് ആഗ്രഹിച്ചത്? അക്ബർ കൈ ചീസേ പഠന ചാഹത്ത ഹേ. അക്ബർ ഒരുപാട് കാര്യങ്ങൾ അക്ബർ കൈ ചീസേ പഠന ചാഹത്തെ ഹേ. അത് അക്ബറിന് എഴുതാ. അതായത് ഈ വേർഡുകൾ കണക്ട് ചെയ്ത് പോവാ ചെയ്യുന്നത്. നമുക്കിവിടെ വാക്യ പിരമിഡിലേക്ക് എടുത്തെഴുതാനുള്ള വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അർത്ഥം നോക്കിയും കണ്ടിട്ട് കണക്ട് ചെയ്ത് പോകണം. അക്ബർ കൈ ചീസേ, ഇവിടെ എന്ത് വരും? അക്ബർ കൈ ചീസേ പഠന ചാഹത്തെ ഹേ. അങ്ങനെ പറഞ്ഞ് അങ്ങനെ എഴുതി പോവാ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഒരു വേർഡും കൂടി എക്സ്ട്രാ ഇല്ലേ? അതായത് വാക്യ പിരമിഡിൽ ലാസ്റ്റ് വരിയും കൂടി എഴുതണ്ടേ കറക്റ്റ് ആയിട്ട്. ആ ലാസ്റ്റ് വരികൾ എന്നാ? അക്ബർ ആരാ? മന്ത്രിയാണോ? അല്ല. ബുഡി മഹലിയാണോ? അല്ല. അക്ബർ ആരാണ്? ഷെഹൻഷാ ആണ്, ചക്രവർത്തിയാണ്. അപ്പൊ എന്തെന്ന് എഴുതണം? ഷെഹൻഷാ അക്ബർ കൈ ചീസേ പഠന ചാഹത്താ ഹേ. മനസ്സിലായോ? വാക്യ പിരമിഡ് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദയവ് ചെയ്ത് അത് കറക്റ്റ് നോക്കി അതിന്റെ കറക്റ്റ് രീതി മനസ്സിലാക്കിയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കണം. അവിടെ ഇവിടെ കൊണ്ട് എഴുതി വെക്കരുത്. മാത്രമല്ല അത് ട്രയാങ്കിൾ വരച്ച് തന്നെ എഴുതണം വാക്യ പിരമിഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഷെഹൻഷയുടെ ക്വസ്റ്റ്യൻ, ഷെഹൻഷാ അക്ബർ കോ കൗൻ സിഖായേഗാ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് മിക്കപ്പോഴും വന്ന് കണ്ടിട്ടുള്ള റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഷെഹൻഷയുടെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ടീച്ചർ ഇട്ടിരിക്കുന്നത്. മിക്കപ്പോഴും വന്ന് കണ്ടിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം. शहनशाह अकबर को कौन सिखाएगा? लोकदा का ये एमसी पढ़े और 12 से 15 तक प्रश्नों के उत्तर लेके. അതായത് ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാനാ പറഞ്ഞേക്കണേ. എങ്ങനെയാ? അതിനകത്തും എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു പെട്ടി കൊടുത്തിട്ടുണ്ട്. ആ പെട്ടിയിൽ ഒരു പാരഗ്രാഫ്, കുറേ അല്ല, ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ടീച്ചർ വായിക്കാൻ പോവാം കേട്ടോ. अगली सुबह जब शहनशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया. എന്ന് പറഞ്ഞാൽ എന്താ? അഗലി സുബ നമ്മളുടെ ബീർബൽ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ബീർബലിനോട് പറഞ്ഞില്ലേ എനിക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കണം, നീ എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ എന്നെ പഠിപ്പിക്കാനായിട്ട് എല്ലാവരും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ബീർബൽ എന്താ ചെയ്തത്? ബീർബൽ ചെയ്ത കാര്യമാണെങ്കിൽ പറയാൻ പോകുന്നത് അഗലി സുബഹ്, പിറ്റേ ദിവസം. സുബഹ് എന്ന് വെച്ചാൽ എന്താ? രാവിലെ. അഗലി സുബഹ് അതായത് പിറ്റേ ദിവസം രാവിലെ ജബ് ഷെഹൻഷാനെ ദർബാർ മേ പ്രവേശ് കിയ. ഷെഹൻഷാ എന്താണ്? ദർബാറിലോട്ട് വന്നു. ദർബാർ എന്ന് വെച്ചാൽ അവരുടെ മന്ത്രി വലിയ അവരുടെ സ്റ്റേറ്റ് ഇതില്ലേ, എന്താ പറയാ, ഈ ചക്രവർത്തിയൊക്കെ ഇരിക്കുന്ന സ്ഥലം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങോട്ട് വന്നു. ദർബാർ മേ പ്രവേശ് കിയാത്തോ ഉൻകാ സ്വാഗതം, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത് എന്താണ്? വിചിത്ര ദൃശ്യനെ കിയ, ഒരു വിചിത്രമായ ദൃശ്യമാണ് പുള്ളിക്കാരനെ സ്വാഗതം ചെയ്തത്. എന്തായിരുന്നു ആ ദൃശ്യം? നിങ്ങൾക്കറിയാം. ദർബാർ തരസി ലോകം സേ ഭരാ ഹുവാ താ. ദർബാർ അതായത് ആ സ്ഥലം എന്തായിരുന്നു? തരസേ ലോകം സേ, ഒരുപാട് ആളുകളെ കൊണ്ട്, പല വിധത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. വഹ ബच्चे और बुजुर्ग दे और गृहिणियां और धोबियों दे, किसान और कचरा बिलने वाले दे, दुकानदार और लिपिक दे, മൂർഖ് और ജ്ഞാനി ദേ. അവിടെ എന്തായിരുന്നു? പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതായത് ദുക്കാൻദാർ ഉണ്ടായിരുന്നു. ദുക്കാൻദാർ എന്ന് വെച്ചാൽ എന്താ?
സാമാനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു, ബുദ്ധിമാന്മാരുണ്ടായിരുന്നു, ബുദ്ധി ഇല്ലാത്തവരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, വയസ്സന്മാരുണ്ടായിരുന്നു, വീട്ടമ്മമാരുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പേര്, അലക്കുകാരുണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. ഓർ അബി നാ ജാനെ കിത്തനി തരം കെ ലോക് ദേ, അതായത് ഇപ്പോഴും ചക്രവർത്തിക്ക് അറിയില്ല അവിടെ എത്ര തരത്തിലുള്ള ആളുകളുണ്ടെന്ന്. കാരണം ചക്രവർത്തിക്ക് ആഗ്രഹം എന്താണ്? എല്ലാം പഠിക്കാനാണ്. എല്ലാം പഠിക്കാൻ ആരെങ്കിലും സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മളുടെ മന്ത്രി ബീർബൽ ചക്രവർത്തിക്ക് ഒരു പണി കൊടുത്തതാണ്. ലോകത്തുള്ള ആൾക്കാരെ മൊത്തം വിളിച്ചിങ്ങാട്ട് അതിനകത്ത് കൊണ്ട് നിർത്തി. അപ്പോൾ ഈ പാരഗ്രാഫിനെ സംബന്ധിച്ചിട്ടായിരിക്കും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് വരാം. അതായത് ഈ പാരഗ്രാഫ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ പാരഗ്രാഫിന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. അത് നമ്മൾ പാരഗ്രാഫിൽ നോക്കി തന്നെ എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും പോയി എഴുതേണ്ട ആവശ്യം വരില്ല, പാരഗ്രാഫിൽ തന്നെ നോക്കി എഴുതാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദർബാർ കാ വിചിത്ര ദൃശ്യ ക്യാ താ? ദർബാറിലെ വിചിത്രമായ ദൃശ്യം എന്തായിരുന്നു? ദർബാർ ഫൂലോൻ സേ ഭരാ, ദർബാർ പൂ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നോ? അല്ല. ദർബാർ ജാൻവരോൻ സേ ഭരാ, ദർബാർ ജാൻവരോൻ സേ, ജാൻവർ എന്ന് വെച്ചാൽ ജാൻവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നോ? അല്ല. ദർബാർ ലോകോം സേ ഭരാ, ദർബാർ എന്തായിരുന്നു? ആളുകളെ കൊണ്ട്, ലോകോം സേ എന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അല്ലേ? അതല്ലേ നമ്മളുടെ ആൻസർ? അതല്ലേ ഇവിടെ എടുക്കുന്നത്? സിമ്പിൾ അല്ലേ? മര്യാദയ്ക്ക് വായിച്ചു നോക്കിയാൽ കിട്ടില്ലേ? ദർബാർ ലോകോം സേ സേ ലോകോം സേ ഭരാ. നമ്മളുടെ ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ ആണ് ദർബാർ സി ലോകോം സേ ഭരാ. ജസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പാരഗ്രാഫിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത് അനുസാർ ലിഖി. ഇത് ഫസ്റ്റ് എഴുതിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഫസ്റ്റ് ചെയ്ത് ശ്രദ്ധിച്ചു നോക്കാം. വഹ് ദർബാർ മേ ആത്താ ഹെ, അവരെന്താണ്? ദർബാറിലേക്ക് വന്നു. അതെങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തായിട്ട് എഴുതിയിരിക്കണേ? വഹ് ദർബാർ മേ പ്രവേശ് കർത്താ ഹെ, അവര് ദർബാറിലേക്ക് പ്രവേശിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതണം. ഇവിടെ എഴുതുമ്പോൾ എന്താ? ഇവിടുത്തെ ലാസ്റ്റത്തതായിരിക്കും ഇവിടെ ലാസ്റ്റ് വരാം. അതായത് ഹൂം എന്നുള്ളത് ഇവിടെ ലാസ്റ്റ് വരും. ബാക്കിയുള്ളതൊക്കെ സെയിം അതുപോലെ തന്നെ എടുത്തെഴുതാം. കാര്യം തീർന്നു, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അതായത് വഹ് ദർബാർ മേ പ്രവേശ് വഹ് ദർബാർ മേ ആത്താ ഹെ, വഹ് ദർബാർ മേ പ്രവേശ് കർത്താ ഹെ. ഇവിടെ വരുമ്പോൾ എന്ത് എഴുതും? മേ ദർബാർ മേ ആത്താ ഹു. എങ്ങനെ പറയും? മേ ദർബാർ മേ പ്രവേശ് കർത്താ ഹു. ഹേക്ക് പകരം ഹു ആവും. ലാസ്റ്റ്, ഇതിന്റെ ലാസ്റ്റ് വരുന്ന ഹു ഇവിടെ ഇടുക. അതിന്റെ നേരെ താഴെ ഇറക്കിയിട്ട് എഴുതണമെങ്കിൽ സാധനം കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ്. അതാണ് നമ്മളെ ഷഹൻഷാ അക്ബറിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ തവണയും, അതായത് മിക്ക തവണയും വന്നു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് രണ്ടാം തവണയും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ മാത്സ്, നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു മാത്സ് ഫോളോയിങ് എന്തായാലും ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ഷഹൻഷയുടെ ചാപ്റ്ററിൽ നിന്ന്, അല്ലെങ്കിൽ സുബുദുക്കിന്റെ ചാപ്റ്ററിൽ നിന്ന്, അല്ലെങ്കിൽ ജാൻമാർക്കിന്റെ ചാപ്റ്ററിൽ നിന്ന്, ഏതെങ്കിലും ഒന്നിന്ന് ഉറപ്പാണ്. അതിൽ ഏറ്റവും ചാൻസ് കൂടുതൽ ഇതിനാണ്. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഒരുപാട് തവണ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതുമാണ്. എന്താണ്? പേഷ് കെ അനുസാർ നാം ചുൻകർ ലിഖിയെ, അതായത് അവരുടെ ജോലി അനുസരിച്ച് അവരുടെ പേര് എന്താണെന്നുള്ളത് പറയണം. അതായത് ചിത്രം വരയ്ക്കുന്നവൻ, ചിത്രം എടുക്കുന്നവൻ എന്താണ്? ചിത്രകാരനാണ് അല്ലേ? അതാണ്. നോക്ക്, ചിത്ര ഗീച്ച്നേവാല ആരാണ്? ഇവിടെ നമ്മൾക്ക് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ആ 4 എണ്ണം ഇവിടെ എടുത്ത് എഴുതിയാൽ മതി. അതൊന്ന് കറക്റ്റ് പഠിച്ചിട്ട് പോകണം എന്ന് മാത്രം. ഫസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുത്തെഴുതാം. എന്താണ്? ചിത്ര ഗീച്ച്നേവാല. ചിത്ര ഗീച്ച്നേവാല ആരാ? ചിത്രകാരാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിത്രം എടുക്കുന്നവൻ ചിത്രകാരാണ്. എഴുതി. അടുത്തത് കിസാൻ. കിസാൻ എന്ന് പറഞ്ഞാൽ ആരാ? കിസാൻ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ. എന്തായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്നതാ? ഗേത്ത് എന്ന് പറഞ്ഞാല് വയല്. ഇവിടെ നോക്കൂ, ഗേത്തി കർണേവാല ആരാ? കിസാൻ. പിന്നെ കപ്പട ധോനേവാല. കപ്പട എന്ന് പറഞ്ഞാൽ എന്താ? കപ്പട എന്ന് പറഞ്ഞാൽ വസ്ത്രം അല്ലെങ്കിൽ തുണി അലക്കുന്നവനാരാ? ധോബി. സാമാൻ ബേച്ച്നേവാല, സാമാനം അതായത് സാധനങ്ങൾ വിൽക്കുന്നവനാരാ? സാധനങ്ങൾ വിൽക്കുന്നവന് ദുക്കാൻദാർ. കറക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് തന്നെ പോകണം. ഇടയ്ക്ക് വന്നു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഗേത്തി കർണേവാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിസാൻ, കപ്പട ധോനേവാല ധോബി, സാമാൻ ബേച്ച്നേവാല ദുക്കാൻദാർ. മനസ്സിലായോ? ചിത്രഗീച്ച്നേവാല എന്ന് പറഞ്ഞാൽ ചിത്രകാരൻ. അത് ഫസ്റ്റ് എടുത്ത് എഴുതാനായിട്ട് എന്തായാലും പറ്റും. പിന്നെ ഈ 3 എണ്ണം കറക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോവാ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ അക്ബറിന്റെ ഡയറി നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ളതാണ്. അക്ബറിന്റെ ഡയറി മേ ബി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ സുഖദുഃഖ കവിത. ഇമ്പോർട്ടൻ്റ് ആണ്. പലതവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിങ്ങൾ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ അറിയാം. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആശയം എഴുതാനാണ്. ആശയം. സുഖദുഃഖ കവിതാക്ക ആശയിലേക്ക് എല്ലാ തവണയും എത്ര നാൾ സുഖദുഃഖ കവിത ഇതിനകത്ത് ഉണ്ടായിരുന്നു അത്രയും തവണ ആശയം ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന് പഠിക്കാണ്ട് ഒരാളും പോകാനായിട്ട് പാടില്ല. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ എങ്ങനെയാ? സുഖദുഃഖ കവിത की पक्तियों पढ़े और 8 से 11 तक की प्रश्नों की उत्तर लिखे. എന്താണ്? കവിതയുടെ ഒരു ചെറിയൊരു പോർഷൻ. അതൊരു 6 സ്റ്റാൻസ് എത്രയുള്ള ഒരു കവിതയാണ്. അതിന്റെ ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ടീച്ചർ വായിക്കാൻ പോകാം കേട്ടോ.
सुख दुख के मधुर मिलन से यह जीवन हो परिपूर्ण फिर गन में ओझल हो शशि फिर शशि में ओझल हो गन ഭയങ്കര എപ്പോഴും എടുത്ത് കാണിക്കുന്ന 4 വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? സുഖദുഃഖക്കെ മധുർ മിലൻസെ, സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ മിലൻ കൊണ്ട്. മിലൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂടിച്ചേരൽ. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മലയാളം തന്നെയാണ്, ശരിക്കും ഒന്ന് വായിച്ചു നോക്കിയാൽ കറക്റ്റ് മലയാളമാണ് കൊടുത്തേക്കുന്നത്. സുഖദുഃഖക്കെ മധുർ മിലൻസെ, സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ മിലൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ. കൂടിച്ചേരൽ കൊണ്ട് യേ ജീവൻ ഹോ പരിപൂർണ, ഈ ജീവൻ എന്താണ്? പരിപൂർണമാകും. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ മിലൻ കൊണ്ട് ഈ ജീവൻ പരിപൂർണമാകും. ഫിർ ഗൻമേ ഓജൽ ഹോ ശശി, പിന്നെന്താണ്? ഫിർ ഗൻമേ ഓജൽ ഹോ ശശി, അതായത് ഗൻ എന്ന് വെച്ചാൽ എന്താ? ബാദൽ. ശശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ. ചന്ദ്രനും മേഘവും തമ്മിൽ ചെറിയൊരു ഒളിച്ചുകളി കിടക്കാറില്ലേ? ചില സമയത്ത് ചന്ദ്രന്റെ മുകളിൽ മേഘം കയറിയിരിക്കും, ചില സമയത്ത് മേഘത്തിന്റെ മുകളിൽ ചന്ദ്രൻ കയറിയിരിക്കും. അതുപോലെ ഫിർ ഗൻമേം, അതായത് മേഘത്തിന്റെ മുകളിൽ ഓജൽ. ഓജൽ എന്ന് വെച്ചാൽ എന്താ? അപ്രത്യക്ഷമാകുന്നത് പോലെ. ആര്? ശശി. ശശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ. ചന്ദ്രൻ അപ്രത്യക്ഷമാകുന്നത് പോലെ. ചില സമയത്ത് ചന്ദ്രൻ ആരുടെ മുകളിൽ കയറിക്കും? ശശി സെ ഓജൽ ഹോഗൻ, അതായത് ചന്ദ്രൻ മേഘത്തിനെ മറയ്ക്കുന്നത് പോലെ. അതാണ് ഈ വരികളുടെ അർത്ഥം. ഈ വരികളുടെ അർത്ഥം അതാണ്. നമ്മളെ സുഖദുഃഖ കവിതയ്ക്ക് കുറച്ച് അധികം അർത്ഥങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകാനായിട്ട് പാടില്ല. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. 8ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കാം. അപ്രത്യക്ഷിക സമാനാർത്ഥ ശബ്ദ ചുൻകർ ലഗേ. അപ്രത്യക്ഷം എന്ന്, അപ്രത്യക്ഷ, ഇതേതാ വീട്? അപ്രത്യക്ഷ. അപ്രത്യക്ഷിക സമാനാർത്ഥ, അപ്രത്യക്ഷം എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് സമാനാർത്ഥം വരുന്നത് എടുത്ത് എഴുതണം. അതാണ് നമ്മളുടെ പരിപാടി, നമ്മളുടെ കാര്യം. അതെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര സിമ്പിൾ ആണ്. 4 പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്, അതായത് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഏതാ? മിലൻ. മിലൻ എന്ന് വെച്ചാൽ എന്താ? ഇച്ചിരി നേരത്തെ പറഞ്ഞതാണ്. മിലൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരലാണ്. എന്താണ്? കൂടിച്ചേരൽ. അപ്പൊ അപ്രത്യക്ഷം എന്നാണോ? അപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ വേടല്ലേ അപ്രത്യക്ഷം. മിലൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ. അപ്രത്യക്ഷം കൂടിച്ചേരൽ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ അത് തെറ്റാണ്. മധുർ. മധുർ എന്ന് വെച്ചാൽ മധുരം തന്നെ. അപ്രത്യക്ഷവും മധുരം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. പിന്നെ പരിപൂർണ. പരിപൂർണ എന്ന് വെച്ചാൽ എന്താ? പൂർണ്ണമാകുന്നത്. പൂർണ്ണമാകുന്നതും അപ്രത്യക്ഷവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും ആൻസർ? ഓജൽ. ഇത് ഉറപ്പായിട്ട് ഇതിന് ഒറ്റ ഇതേ ഉള്ളൂ. ഏതാണ്? ഒറ്റ ഇതേ ഉള്ളൂ, ഓജൽ. അതായത് അപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ഓജൽ എന്നാണ്. കണ്ടില്ലേ? ഫിർ ഗൻമേ ഓജൽ ഹോ ശശി, അതായത് മേഘത്തിന്റെ ബാക്കില് ആര് പോകുന്നു? മേഘത്തിന്റെ ബാക്കില് ചന്ദ്രൻ പോയി അപ്രത്യക്ഷമാകുന്നത് പോലെ. അതിന്റെ അർത്ഥം ഓജൽ എന്നാണ്. അപ്രത്യക്ഷ എന്ന വേർഡിന്റെ അർത്ഥം ഓജൽ എന്നാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, തെറ്റിക്കാനായിട്ട് പാടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം കവിത തന്നെ എടുത്ത് ചോദിച്ചേക്കാം. ഇത് നോക്കിയേ. സുഖ ദുഃഖക്കെ മധുർ മിലൻ സേ ക്യാ പരിപൂർണ ഹോ ജാത്താ ഹേ. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മധുരമായ മിലൻ കൊണ്ട് എന്താണ് പരിപൂർണമാകുന്നത്? സെയിം ഈ വരിയാണ്. അതിനകത്ത് ഒരൊറ്റ വേർഡ് മിസ്സിംഗ് ഉള്ളൂ, ജീവൻ. അത് ഇവിടെ എടുത്ത് എഴുതാം. എന്ത്? ജീവൻ പരിപൂർണ ഹോ ജാത്താ ഹേ. എഴുതും അങ്ങനെ എഴുതണം, ജീവൻ പരിപൂർണ ഹോ ജാത്താ ഹേ. സെയിം വരി എടുത്ത് എഴുതിയാൽ മതി. ഈ 2 വരിയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കണേ. മനസ്സിലായോ? എന്താണ് പരിപൂർണമാകുന്നത്? ജീവൻ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ മിക്കപ്പോഴും വന്നു കേട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗൻ ഓർ ശശി കിൻകെ പ്രതീക് ഹേ. ഗൻ ഓർ ശശി. ഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാദൽ. ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ചന്ദ്രനും ബാദലും, അതായത് മേഘവും എന്തിന്റെ പ്രതീകങ്ങളാണ്? സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും പ്രതീകങ്ങളാണ്. ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗൻ ശശി എന്ന് പറഞ്ഞാൽ സുഖ ഓർ ദുഃഖ കാ പ്രതീക് ഹേ. അത് ഇങ്ങനെ ജസ്റ്റ് ഹൈഫോൺ ഇട്ട് എഴുതി വെച്ചിട്ട് കാര്യമില്ല, കറക്റ്റ് പാരഗ്രാഫിൽ എഴുതണം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഗൻ ഓർ ശശി സുഖ ഓർ ദുഃഖ കാ പ്രതീക് ഹേ. മനസ്സിലായോ? ഗൻ എന്ന് പറയുന്നതും ശശി എന്ന് പറയുന്നതും സുഖത്തിന്റെയും ദുഃഖത്തിനെയാണ് നമുക്ക് പ്രതീകമായിട്ട് വരുന്നത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിട്ട് പോകാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിലൊരു അപ്പീലില്ല. ഈ ക്വസ്റ്റ്യൻ 4 മാർക്കിന് ഡെഫിനറ്റ് ആയിട്ടും വരുന്ന ഡെഫിനറ്റ് ആയിട്ടും വന്നിരിക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ആശയം പലതവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആശയം ഇതാണ് നമ്മളുടെ ആശയം. എന്താണ്? ഫസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റിന് ടിപ്പണി എന്ന് എഴുതണം. മുകളിൽ ടിപ്പണി എന്ന് ചോദിച്ചാലും ആശയം എന്ന് ചോദിച്ചാലും എന്ത് തന്നെ എഴുതണം? കവിതയുടെ ആശയം തന്നെ പഠിപ്പിച്ചേക്കണം. ടിപ്പണി എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ എഴുതാനായിട്ട് പാടുള്ളൂ. അതിനകത്ത് എങ്ങനെയാണ്? ആദ്യം നമ്മുടെ കവിനെ പൊക്കി അടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഏതാണ്? സുഖ ദുഃഖ കവിതാക്കി ശ്രീ സുമിത്രാനൻ പതുക്കി ഹേ. ആരുടെ കവിതയാണ് സുഖ ദുഃഖ കവിത? സുമിത്രാൻ. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കപ്പോഴും വന്ന് കണ്ടിട്ടുണ്ട്. കവി കാ നാം ക്യാ ഹേ? കവി കാ നാം ഹേ സുമിത്രാനന്ദൻ പദ്. സുമിത്രാനന്ദൻ പദിന്റെ കവിതയാണ് നമ്മളുടെ സുഖ ദുഃഖ കവിത എന്ന് പറയുന്നത്. മറക്കരുത്. അത് ഈ ടിപ്പണി പഠിക്കാണ്ട് നിങ്ങൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ 4 മാർക്ക് നിങ്ങളുടെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോയാൽ മതി. ഇസ്മേ കവി ജീവൻ കി അസലിത് കോ സംജാനെ കാ പ്രയാസ് കിയാ ഹേ. ഇതിൽ കവി എന്താ ചെയ്തിരിക്കുന്നത്?
ജീവൻ കി അസലിയത്തുക്കോ, അതായത് ജീവിതത്തിന്റെ യഥാർത്ഥ രൂപം നമ്മളെ സംജാനേക്ക്, സംജാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി തരികയാണ് ചെയ്തിരിക്കുന്നത്. ആര്? കവി നമ്മൾക്ക് ഇസ്മേം കവി ജീവൻ കി അസലിയത്ത് കോ സംജാനേക്ക് പ്രയാസ് കിയാ ഹേ. വേ കഹത്തെ ഹേ കി ജീവൻ സുഖ ദുഃഖ പൂർണ്ണ ഹേ. അവർ പറയുന്നത് എന്താണ്? ജീവിതം എന്താണ്? സുഖവും ദുഃഖവും നിറഞ്ഞതാണ് അല്ലേ? ജീവൻ സുഖവും ദുഃഖവും അല്ലെങ്കിൽ സുഖം മാത്രം നിറഞ്ഞതാണോ, ദുഃഖം മാത്രം നിറഞ്ഞതാണോ? അല്ല, ജീവൻ സുഖ ദുഃഖ പൂർണ്ണ ഹേ, സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. സുഖ ദുഃഖ की गेल मचाउनी से जीवन अपना वास्तविक मुഖ गोल देता है. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും ഗേൽ മച്ചാവുനി, അതായത് കണ്ണ് പൊത്തി കളി കൊണ്ട് എന്താണ് ജീവൻ അപ്പന വാസ്തവിക മുഖ, ജീവൻ നമ്മുടെ വാസ്തവികമായിട്ടുള്ള മുഖത്തിലേക്ക് വരുന്നപ്പോഴാണ് നമ്മളുടെ ജീവിതം ശരിക്കും സുഖവും ദുഃഖവും സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നെക്സ്റ്റ് വരി. जीवन के दुख कभी सुख में बदलता है तो कभी सुख दुख में परिणत हो जाता है. സിമ്പിൾ വരിയാണ്. ജീവൻ കി ദുഃഖ്, ജീവിതത്തിന്റെ ദുഃഖം കബി സുഖമേ ബദൽത്താ ഹേ, ചില സമയങ്ങളിൽ എന്താവും? സുഖമായിട്ട് മാറും. ചില സമയങ്ങളിൽ എന്താണ്? സുഖം ദുഃഖമായിട്ട് മാറും. സുഖ ദുഃഖമേ പരിണത് ഹോ ജാത്താ ഹേ. സെയിം വരി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. സംസാർ ആദി സുഖ ഓർ ദുഃഖ് സെ പീഡിത് ഹേ. ലോകം എന്താണ്? സുഖം കൊണ്ടും ദുഃഖം കൊണ്ടും പീഡിത് ഹേ, വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. പീഡിത് ഹേ, സംസാര സുഖവും ദുഃഖം കൊണ്ട് അങ്ങോട്ട് വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുഖ ദുഃഖ് മാനവ് ജീവൻ മേ ബരാബർ രഹേ. സുഖവും ദുഃഖവും മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ്? തുല്യമായിരിക്കണം. ബരാബർ രഹേ, രണ്ടും സെയിം അളവിലായിരിക്കണം. അല്ലെങ്കിൽ ഒരാൾക്ക് എപ്പോഴും സുഖം തന്നെ കൊടുത്താൽ മതിയോ? പോരാ. ഒരാൾക്ക് എപ്പോഴും ദുഃഖം തന്നെ കൊടുത്താൽ മതിയോ? പോരാ. രണ്ടും എന്താണ്? എപ്പോഴും തുല്യമായിരിക്കണം. നിരന്തർ ദുഃഖ ഓർ നിരന്തർ സുഖ് ദോനോ പീഡാ ദേനെ വാലാ ഹേ. നിരന്തരമായ ദുഃഖവും നിരന്തരമായ സുഖവും എന്താണ്? ദോനോ പീഡാ ദേനെ വാലാ ഹേ, എന്താണ്? എപ്പോഴും നമുക്ക് കഷ്ടപ്പാടുകൾ തന്നുകൊണ്ടിരിക്കും. നിരന്തരമായ ദുഃഖം അത്ര സുഖമാണോ? അല്ല. നിരന്തരമായ സുഖം അത്ര സുഖമാണോ? അല്ല. രണ്ടും എന്താണ്? എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സുഖ ദുഃഖ രൂപി ദിൻ രാത് മേ സംസാർ കാ ജീവൻ സോത്താ ഓർ ജഗത്താ ഹേ. അതായത് സുഖവും ദുഃഖം കൊണ്ട് എന്താണ്? ലോകം ഉണരുകയും ഉറങ്ങുകയും ചെയ്യുകയാണ്. അതായത് അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സുഖവും ദുഃഖവും വരുന്നത് നമ്മൾ ഉറങ്ങണേ എണീക്കണേ പോലെയാണ്. എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഈ സന്ധ്യ ഉർഷ കെ ആംഗൻ മേ വിരഹ ഓർ മിലൻ കാ ആലിംഗൻ ഹോ രഹാ ഹേ. അതായത് നമ്മൾ ഈ രാത്രിയും പകലാവില്ലേ, ഈ രാത്രിയും പകലും ആകുന്നത് പോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വരെയാണ് മാനവ് ജീവൻ കാ മുഖ് സദാ ഹസി ഓർ ആസു സേ ബരാഹേ. മനുഷ്യന്റെ മാനവ് എന്ന് വെച്ചാൽ എന്താ? മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഖം എന്താണ്? എപ്പോഴും ഹസി എന്ന് വെച്ചാൽ ചിരി കൊണ്ടും ആസു എന്ന് വെച്ചാൽ കണ്ണുനീര് കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. സത്യമല്ലേ? ഈ ടിപ്പണി പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോയിട്ട് കാര്യമില്ല. കാരണം 4 മാർക്ക് ഷുവർ ക്വസ്റ്റൻ ആയിട്ട് എല്ലാ തവണയും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ട് മാത്രം സുഖദുഃഖ കവിതയിൽ നിന്ന് ഇത് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ പോയാൽ മതി. ബാക്കി ക്വസ്റ്റ്യൻ നന്നായി വായിച്ചു നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിച്ചു നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ മാർക്കിലെ ക്വസ്റ്റ്യൻ എപ്പോഴും വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ടീച്ചർ ഇട്ടേക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി പോസ്റ്റർ തയ്യാറാക്കാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. പോസ്റ്റർ ഇല്ലാണ്ടും ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ വിരളമായിട്ട് നമുക്ക് വരാറുള്ളൂ. നമുക്ക് തുടങ്ങാം. सूचना, ഞാൻ മാർഗേगा कि कई अंश पढ़े और 5 से 7 तक प्रश्नों के उत्तर लिखे. എന്താണ്? ഇതിനും ഒരു പെട്ടി കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, കുറച്ചല്ല ഒരു 2-3 വരി കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് അത് വായിച്ചു നോക്കാം. അതിലെന്തുണ്ട്? ഉത്തരമുണ്ട്. शिष्यों ध्यान रहे, वह ज्ञान जिससे अपना या दूसरों को नुकसान हो ज्ञान नहीं बल्कि अज्ञान है. शिष्यों എന്ന് വിളിക്കുക. അതപ്പോൾ ആരാ വിളിക്കുക? ശിഷ്യ എന്ന് വിളിക്കുന്നത് ആരാ? ഗുരുജി ആയിരിക്കും അല്ലേ? ഗുരുജി വിളിക്കുകയാണ്. ശിഷ്യോം ധ്യാൻ രഹേ, ശ്രദ്ധിക്കുക. എന്താണ്? വഹ് ജ്ഞാൻ ജിസ്സെ അപ്ന യാ ദൂസരോं का नुकसान हो. അതായത് ഏതൊരു ജ്ഞാനമാണോ ജിസ്സെ അപ്ന നിന്റെയും അതുപോലെ മറ്റുള്ളവരുടെ, ദൂസരോं എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെയും നുക്സാൻ അതായത് അപകടപ്പെടുത്തുന്നത്, പൊട്ട ചീത്ത എന്നൊക്കെ പറയില്ല, അത് ഉദ്ദേശിക്കുന്നത് തകർക്കുന്നത്. ഹോ ജ്ഞാൻ, ആ ജ്ഞാനം എന്താണ്? ബൽക്കി ജ്ഞാനമല്ല, മറിച്ച് അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കുന്ന അറിവ് ഞാൻ എന്ന് പറയുന്നത് അജ്ഞാനാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്. ഞാൻ തോ സബ്കി ബലായി കെ ലിയേ ഹോത്തി ഹേ. ഞാൻ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാ? മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് വേണ്ടത്. ഞാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് വേണ്ടത്, അല്ലാതെ അത് അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നതല്ല. നമുക്ക് കിട്ടുന്ന അറിവ് എന്ന് പറയുന്ന അറിവ് എപ്പോഴും നല്ലതിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നിങ്ങൾ ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാൻ കാ ഉദ്ദേശിക്കാ ഹേ. ജ്ഞാനത്തിന്റെ ഉദ്ദേശം എന്താണ്? ഫസ്റ്റ് കൊടുത്തേക്കണത് സബ്കാ കല്യാൺ. അതോടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ദൂസരോं का नाश.
ദൂസരോം കാ നാശ് എന്ന് വെച്ചാൽ ദൂസരോം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മറ്റൊരാളുടെ മറ്റൊരാളുടെ നാശമാണോ നമ്മൾക്ക് ജ്ഞാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്? അല്ല, അപ്പൊ അത് തെറ്റാണ്. പിന്നെ അജ്ഞാൻ ബടാന, അജ്ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? അറിവില്ലായ്മനെ വലുതാക്കണം. നമുക്ക് കുറെ ജ്ഞാനുണ്ട്, മറ്റുള്ളവർക്ക് അറിവില്ലാണ്ടാക്കണം. അതാണ് നമ്മളുടെ ജ്ഞാനത്തിന് അറിവിന്റെ ഉദ്ദേശം. അല്ല, അപ്പൊ അതും തെറ്റാണ്. പിന്നെ അഹങ്കാർക്ക കാരൺ ബന്ന, അഹങ്കാരം മറ്റുള്ളവർക്ക് അഹങ്കാരം നിറച്ചു കൊടുക്കലാണോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം അഹങ്കാരമാക്കലാണോ ഈ ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. എന്താണ്? സബ്കാ കല്യാണം. അതവിടെ നിൽക്കട്ടെ എന്ന് ടീച്ചർ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല. ഈ കല്യാണം എന്ന് പറഞ്ഞ വീട് നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയതായിരിക്കും. കല്യാണം വെച്ചാൽ നല്ലത് വരട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സബ്കാ കല്യാണം, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കേണ്ടത്? ജ്ഞാനം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? സബ്കാ കല്യാണം. കല്യാണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ അന്തം വിട്ട് നോക്കണ്ട. കല്യാണം എന്ന് വെച്ചാൽ നല്ലത് വരട്ടെ, നന്നായി വരട്ടെ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റിന് ആൻസർ കിട്ടില്ലേ? 1 മാർക്കിൻ്റെ ക്വസ്റ്റിനാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നോക്കാം. ബാക്കിയുള്ളതൊക്കെ എന്തായാലും പൊട്ടത്തെറ്റായിരിക്കുള്ളൂ. അപ്പോൾ അത് പൊട്ടത്തെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് മ്യാൻമാർഗിൽ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? മ്യാൻമാർ ഏകാംഗിക്ക് ലിയെ ദൂസറാ ശീർഷക് ദേ. നമ്മളുടെ മ്യാൻമാർ ഏകാംഗിക്ക് ഒരു പേര് കൊടുക്കണം. അത് പുറത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പുറത്തുനിന്ന്, അതായത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പേര് കൊടുക്കുക ചെയ്യേണ്ടത്. മ്യാൻമാർ ഏകാംഗി നിങ്ങൾക്ക് കാണാപ്പാടായിരിക്കുമല്ലോ. എന്താണ് ഏകാംഗിയുടെ കഥ? പ്രത്യേകിച്ചൊന്നുമില്ല. 3 രാജകുമാരന്മാരുണ്ട്, ഒരു ഗുരുജി ഉണ്ട്, പിന്നെ ആരാണ്? ഒരു ഷേറുണ്ട്, ഒരു ബക്കരി ഉണ്ട് അല്ലേ? ഈ രാജകുമാരന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരം പിടിച്ച മക്കളായിരുന്നു. അവരെന്ത് ചെയ്തു? ഷേറിന് എന്ത് കൊടുത്തു? ഷേറിന്റെ ഹഡിയും, അതായത് അവരുടെ ഷേറിന്റെ എന്ത് കൊടുക്കുന്നുണ്ടായിരുന്നു? അസ്ഥികൂടം, സ്കെൽറ്റൻ. അതിനെന്ത് കൊടുത്തു? മാംസവും രക്തവും തൊലിയൊക്കെ കൊടുത്ത് അതിനെ ജീവൻ വെപ്പിച്ച് അവരെ കടിക്കാനായിട്ട് ചെന്നു. അപ്പോഴേക്കും ഗുരുജി വന്ന് അവരെ രക്ഷിച്ച് അതിനെന്താക്കി? ആടാക്കി മാറ്റിയ കഥയാണ് നമ്മുടെ മ്യാൻമാർഗ് എന്ന കഥ. അതിന് പുള്ളിക്കാരൻ അസ്ഗർ വസാഖത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? മ്യാൻമാർഗ് എന്നാണ് പേര്. നമ്മളാണെങ്കിൽ എന്ത് കൊടുക്കും? ഞാനാണെങ്കിൽ ഞാൻ കാ മഹത്വം എന്ന് കൊടുക്കാം. വളരെ സിമ്പിൾ അല്ലേ? മ്യാൻമാർഗ് അല്ലെങ്കിൽ ഞാൻ കാ മഹത്വം, ജ്ഞാനത്തിന്റെ മഹത്വം കൊടുത്തൂടെ? ഞാൻ കാ മഹത്വം എന്ന് കൊടുത്താൽ മതി. ശീർഷകം നിങ്ങൾ തന്നെ ഉണ്ടാക്കി എഴുതേണ്ടതാണ്. ഞാൻ കാ മഹത്വം എന്നോ അല്ലെങ്കിൽ ഞാൻ അച്ചാഹേന്നോ അങ്ങനെയൊക്കെ കൊടുക്കാം ശീർഷകം കേട്ടോ. അതും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഈ റിപ്പീറ്റ് അടിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. തെറ്റിക്കാനായിട്ട് പാടില്ല. തെറ്റിച്ചാൽ മാർക്ക് കിട്ടില്ല. എന്താണ്? കിതാബ് പഠനേസെ ഞാൻ ബഡ്താഹേ. ബുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? അറിവ് കൂടും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കിതാബ് പഠേ ഞാൻ ബഡായേ. ബുക്ക് വായിക്കൂ, ഞാൻ അറിവ് വർദ്ധിപ്പിക്കൂ. ക സന്ദേശ് ദേത്തെ ഹുവേ പോസ്റ്റർ തയ്യാർ കരേ. അതിൻ്റെ സന്ദേശം കൊടുത്തുകൊണ്ട് മ്യാൻമാർഗ് ഏകാംഗിനെ കൂടെ ബന്ധിപ്പിച്ച് എന്ത് ചെയ്യണം? പോസ്റ്റർ ഉണ്ടാക്കണം. എങ്ങനെയാ പോസ്റ്റർ ഉണ്ടാക്കാം? പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് വല്ല പണിയുണ്ടോ? പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം? പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട് ടീച്ചറൊക്കെ പല തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ എന്ത് വേണം? നല്ലൊരു അടിപൊളി പെട്ടി വരയ്ക്കണം. ഒരു പെട്ടിക്കുള്ളിലാക്കാം. പോസ്റ്ററിനെ എപ്പോഴും പെട്ടിക്കുള്ളിലാക്കണം. പെട്ടിക്കുള്ളിലാക്കിയിട്ട് പെട്ടിക്കുള്ളിൽ ഒരു പെട്ടി കൊടുക്കണം. ആ പെട്ടിയിൽ എന്താ എഴുതാറ്? നമ്മള് പെട്ടിക്കുള്ളിൽ എന്താ എഴുതാറ്? നമ്മൾ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു നോട്ടീസ് അതൊക്കെ നോക്കുന്നത് എന്തിനാ? സംഭവം എവിടെയാണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത്, എന്നാണ് നടക്കുന്നത് എന്നൊക്കെ അറിയാനല്ലേ? അതാണ് നമ്മൾ ഈ പെട്ടിക്കുള്ളിൽ കൊടുക്കേണ്ടത്. എങ്ങനെ എഴുതാം? ആദ്യം സ്ഥാൻ വേണ്ടേ? എവിടെയാണ് നടക്കുന്നതെന്ന് വേണ്ടേ? എവിടെയായിരിക്കും? നിങ്ങളുടെ സ്കൂളിലായിരിക്കും. നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതാം. പിന്നെ സമയം വേണ്ടേ? എത്ര മണിക്കാണ് നടക്കണമെന്ന് അറിഞ്ഞൂടെ? അറിയണ്ടേ? അതെങ്ങനെ കൊടുക്കാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം എഴുതാം. 10 മണിയോ സുബഹ് 10 ബജെയോ എന്തെങ്കിലുമൊക്കെ എഴുതിയേക്കുക. പിന്നെ ആരാ വേണ്ടത്? താരീഖ് വേണ്ടേ? താരീഖ് എന്ന് വെച്ചാൽ താരീഖ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ്, എന്നാണ് പ്രോഗ്രാം നടക്കുന്നത് അതിന്റെ ഡേറ്റ്. ഒരു പെട്ടി വരയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ ഒരു പെട്ടി വരയ്ക്കുക. പിന്നെ നമുക്ക് എവിടെയുണ്ട് ക്വസ്റ്റ്യൻ? വിഷയം എവിടെയുണ്ട്? എടുത്ത് എഴുതാൻ. കിതാബ് പഠേ ഞാൻ ബഡായേ. കിതാബ് പഠിക്കൂ, ഞാൻ ബഡായേ. ഇസ്കി ബാരേമേ പോസ്റ്റർ തയ്യാർ കരേ. അങ്ങനെ ചോദിച്ചേക്കണേ. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതാം? മോളില് എന്ത് കൊടുക്കണം? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അസ്ഗർ വസാഖത്ത് മ്യാൻമാർഗ് ഏകാംഗി, അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് കൊടുക്കുക? കിതാബ് പഠേ ഞാൻ ബഡായേ എന്നുള്ളത് മോളില് എഴുതി കൊടുക്കുക. ഉൻകി ബാരേമേ പോസ്റ്റർ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സബ്കാ സ്വാഗത് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 4 മാർക്ക് കിട്ടാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരാളും കളയാൻ പാടില്ല. ഭയങ്കര സിമ്പിളാണ്. നെക്സ്റ്റ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ സഹി മിലൻ കരേ. ഇത് വേണമെങ്കിൽ നോക്കി വെച്ചിട്ട് പൊക്കോട്ടോ. സഹി മിലൻ കരേ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും റിപ്പീറ്റ് അടിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സഹി മിലൻ കരേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതില്ല. ഈ മാത്സ് ഫോളോയിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കാം. പരസ്പരമല്ല, ശരിയായത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ മ്യാൻമാർഗ് ചാപ്റ്ററിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഷഹൻഷായുടെ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു. ഇനി നമുക്ക് സുഖദുഃഖിന്നും പഠിക്കാനുണ്ട്. നോക്കിക്കോ. മൻമേ അഹങ്കാർ രഖ്നേവാല. മനസ്സിൽ അഹങ്കാരമുള്ളവൻ. ആരായിരുന്നു മനസ്സിൽ അഹങ്കാരമുള്ളത്?
ഗുരുജിക്കായിരുന്നോ? അല്ല. നമ്മുടെ ഷെയറിനായിരുന്നോ? അല്ല. ആർക്കായിരുന്നു? രാജകുമാരന്മാർക്കായിരുന്നു. എത്ര രാജകുമാരന്മാർക്ക്? 3 രാജകുമാരന്മാർക്കായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? മന്മേ അഹങ്കാർ രഖ്നേവാല. ഇതിന്റെ നേരെ ശരിയായത് ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് എഴുതണം. നോക്കാട്ടാ. ജാൻ ബച്ചാനേക്ക ആഗ്രഹിക്കുക. മനസ്സിൽ അഹങ്കാരമുള്ളവൻ ജാൻ എന്ന് വെച്ചിട്ടാ ജീവൻ രക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ചു. അതാണോ സത്യം? അതാണോ? അല്ലല്ലോ. മനസ്സിൽ അഹങ്കാരമുള്ളവൻ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. അല്ല. അടുത്തത് ഷേർക്കോ ബക്കരി ബനായി. ഷേറിനെ ബക്കരിയാക്കി. അത് ഒരു വിധ ശരിയാണ്, പക്ഷെ അതിന് വേറെ മാത്സ് ആയിട്ടുള്ള ഇവിടെ ഉണ്ട്. ഇവിടെ നോക്കാം. ഞാൻ കാ നുക്സാൻ കർ സക്താ ഹേ. എന്താണ്? മനസ്സിൽ അഹങ്കാരമുള്ളവൻ ജ്ഞാനത്തിനെ എപ്പോഴെന്താണ്? തകർക്കാനായിട്ട്, നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. മന്മേ അഹങ്കാർ വാല ഞാൻ കാ നുക്സാൻ കർ സക്താ ഹേ. അപ്പം മാത്സ് ഫോളോയിങ് ആയില്ലേ? നിങ്ങൾ ഇങ്ങനെ മാത്സ് ഫോളോയിങ് കൊടുക്കരുതിട്ടാ. ഇത് എടുത്തെഴുതുമ്പോൾ കറക്റ്റ് അതിൻ്റെ നേരിട്ട് കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിച്ച് ആകെ ഒരു അലോര വിധത്തിൽ വെക്കരുത് പ്ലീസ്. രാജ്കുമാരോനെ. അടുത്തത് രാജ്കുമാരോനെ ഗുരുജി സേ. രാജ്കുമാർ ഗുരുജിനോട് എന്താ പറഞ്ഞത്? ഗുരുജി എന്നെ രക്ഷിക്കുക അല്ലെങ്കിൽ ഞങ്ങളെ രക്ഷിക്കുന്നല്ലേ പറഞ്ഞത്. അതേത് സിറ്റുവേഷൻ? നമ്മുടെ ഷേറിന് എന്ത് കൊടുത്തു? ഒരു മാംസവും രക്തവും തൊലിയൊക്കെ കൊടുത്തപ്പോൾ ഷേറ് ഇവരെ കടിക്കാനായിട്ട് വന്നപ്പോൾ നമ്മളെ ഗുരുജിനോട് പറഞ്ഞു, ഗുരുജി ഞങ്ങളെ രക്ഷിക്കുന്ന പറയില്ലേ, അതാണ് ഈ കിടക്കുന്നത്. ഗുരുജി രാജ്കുമാരോനെ ഗുരുജി സേ ജാൻ ബച്ചേനേക്ക ആഗ്രഹിക്കുക. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആവശ്യപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സെയിം ആയില്ലേ? മനസ്സിലായില്ലേ? അടുത്തത് രാജ്കുമാരോനെ അപ്നി ഗൽത്തി പെഹ്ചാനി. രാജ്കുമാരന്മാർക്ക് എന്ത് മനസ്സിലായി? തങ്ങളുടെ തെറ്റ് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു? ഗുരുജിയുടെ അടുത്ത് ഓർ ഗുരുജി സെ മാഫി മാങ്ങി. ഗുരുജിനോട് മാപ്പ് ചോദിച്ചു. ഇല്ലേ? അവർക്ക് അവരെ തെറ്റ് മനസ്സിലായപ്പോൾ അവർ ഗുരുജിനോട് മാപ്പ് ചോദിച്ചില്ലേ? ചോദിച്ചായിരുന്നു. ഗുരുജീനെ അപ്ന ഞാൻ ഷേർക്കോ ബക്കരി ബനായി. ഗുരുജി എന്താണ്? ഗുരുജിക്ക് അറിയായിരുന്നു ഈ പിള്ളേർ അത്ര ശരിയല്ല, അവർക്ക് അഹങ്കാരം കൂടുതലാന്ന് അറിയുകൊണ്ട് ഗുരുജി ആരുടെ പിന്നാലെ ഉണ്ടായിരുന്നു? നമ്മുടെ രാജകുമാരുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവർ ആ ഷേറിന്റെ പിടുത്തത്തിൽ രക്ഷപ്പെട്ടത്. ഗുരുജിയുടെ അറിവ് വെച്ചിട്ട് ഗുരുജി എന്ത് ചെയ്തു? ഓങ്കുരി കുടിച്ചാതെന്ന് പറഞ്ഞിട്ട് അവര് ജീവൻ വെച്ച ഷേറിനെ ഗുരുജി എന്താക്കി എടുത്തു? ബക്കരി ആക്കി എടുത്തു. ബക്കരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടാക്കി എടുത്തു. ഇതാണ് മാത്സ് ദ ഫോളോയിങ്. മനസ്സിലായോ? പഠിച്ചിട്ട് മാത്രം പോണം. മിക്കപ്പോഴും വന്ന് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അടുത്തതും ഞാൻ മാർക്കിത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ മാർക്കിന്ന് റിപ്പീറ്റ് അടിച്ച് കാണുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ടീച്ചർ വായിക്കട്ടെ. सूचना ഞാൻ മാർഗിക കയ്യാംശപടി ഒരു 4 से 7 तक प्रश्नों की उत्तर लिखे. എന്താണ്? അതിനും എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു പെട്ടിയിൽ കുറച്ച് വേർഡ്സ്, കുറച്ച് കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. രാജ്കുമാർ 1 ഗുരുജി ഹമാരി ജാൻ ബച്ചായി. ഗുരുജി ഞങ്ങളെ രക്ഷിക്കേ എന്ന് ആര് പറഞ്ഞു? രാജകുമാർ ഒന്നാമൻ പറഞ്ഞു. അപ്പോൾ ഗുരുജി എന്താ പറഞ്ഞത്? മുझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकता हो. എനിക്കറിയായിരുന്നു എന്ത്? നിങ്ങളുടെ ഇടയിൽ എന്താണ്? നിങ്ങളുടെ മനസ്സിലെന്താണ്? ഭയങ്കര അഹങ്കാരമുണ്ട്. അത് നിങ്ങൾക്ക് വിനയാവും. നിങ്ങൾ അതിനെ നശിപ്പിക്കുന്നത് എനിക്കറിയായിരുന്നു. ഇസിലിയേ മേ തും ലോഗോं की पीछे आ रहा था. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ബാക്കി കൂടെ വന്നത്. ഗുരുജിക്ക് ഇത്തിരി വിവരണ്ടായി നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ രാജകുമാരന്മാർക്ക് സിംഹത്തിന്റെ വായിലിരുന്നേനെ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് വരാം. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളിത് ദയവ് ചെയ്ത് വീണ്ടും പറയണം. നിങ്ങൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ കംപ്ലീറ്റ് വായിച്ചു നോക്കണം. നന്നായി വായിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. ये हम राजकुमारों के पीछे कौन आ रहा था? രാജകുമാരന്മാരുടെ പീച്ചെ ആരാ വന്നത്? ഷേറാണോ? ബക്കരിയാണോ? ഹാത്തിയാണോ? ഷേർ എന്ന് വെച്ചാൽ എന്താ? സിംഹമാണോ രാജകുമാരുടെ പേക്ക് കൂടെ വന്നത്? കാര്യം വന്നത് എപ്പോഴാണ്? അവരതിന് ജീവൻ കൊടുത്തപ്പോഴാ. പക്ഷെ അതിനൂടെ പ്രസക്തി ഇല്ല. ഹാത്തി ആനയാണോ വന്നത്? അല്ല. ആനയൊന്നും കഥയിലേ നമ്മൾ കണ്ടിട്ടില്ല. രാജാവാണോ വന്നത്? അല്ല. ആരാണ് വന്നത്? അവരുടെ പ്രിയപ്പെട്ട ഗുരുജിയാണ് വന്നത്. നമ്മളുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതിനകത്ത് തന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സർവ്വനാമത്തിന് 1 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കപ്പോഴും അല്ല എപ്പോഴും ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. മുജെ മേ നിഹക്തി സർവനാം ക്യാ ഹേ. സർവനാമം കണ്ടുപിടിക്കുക. അതായത് മുജെ എന്ന് പറയുന്ന പദത്തിലുള്ള സർവനാമം ഏതാണെന്ന് കണ്ടുപിടിക്കുക. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സർവനാമം എങ്ങനെ കണ്ടുപിടിക്കുക? അതിനൊരു ടെക്നിക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാ എന്നാണ് തുടങ്ങുന്നതെങ്കിൽ മേം. ഓക്കെ. മാ എന്നാണെങ്കിൽ മേം. അപ്പൊ ഹം എന്നാണെങ്കിലോ? ഹം എന്നാണെങ്കിൽ ഹം തന്നെ. മനസ്സിലായോ? ഹം എന്നാണെങ്കിൽ ഹം തന്നെ. ഇനി താ വെച്ചിട്ടാണ് തുടങ്ങിയെങ്കിലോ? താ വെച്ചിട്ടാണെങ്കിൽ തു. അപ്പൊ തുമ്മാണെങ്കിലോ? തുമ്മാണെങ്കിൽ തും. മനസ്സിലായോ? അതായത് ഇത് അതിന്റെ ഒരു ടെക്നിക്കാണ്. ഇത്രയും വേർഡുകൾ ഓർത്ത് വെക്കുക. ഇവിടെ നോക്ക്. ഇവിടെ മാ വെച്ചിട്ടില്ലേ? മുജെ എന്ന് പറയുമ്പോൾ മാ വെച്ചില്ലേ തുടങ്ങുന്നത്? അപ്പൊ എന്താണ്? മേമാണ് അതിന്റെ സർവനാമം എന്ന് പറയുന്നത്. ഇപ്പൊ ഹം വെച്ചിട്ട് ഹമാര എന്നാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കാം.
ഹമാര. ഹമാരാക്ക സർവനാമം കണ്ടുപിടിക്കാൻ പറയുന്നത് മിക്കപ്പോഴും കാണാറുണ്ട്. ഹമാരയുടെ സർവനാമമാണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ ഇതിന്റെ സർവനാമം ഏതാ? ഹം എന്ന് തുടങ്ങുന്നില്ലേ? അപ്പൊ എന്താണ്? ഹമ്മാണ് അതിന്റെ സർവനാമം. മനസ്സിലായോ? ഹമ്മാണ് അതിന്റെ സർവനാമം. മനസ്സിലായോ? ഹമാര എന്ന് തുടങ്ങുമ്പോ ഹമ്മാണ് അതിന്റെ സർവനാമം. ഇനി തുമാര എന്നാണ് തുടങ്ങണമെന്ന് വിചാരിക്കാം. തുമാര എന്ന് തുടങ്ങുമ്പോൾ ഇതിന്റെ സർവനാമം കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും? സർവനാമം എന്താ? തുമ്മാണ് അതിന്റെ സർവനാമം. ടീച്ചർ നേരത്തെ പറയില്ലേ, തും എന്ന് പറഞ്ഞാൽ തും തന്നെ, ഹം എന്ന് പറഞ്ഞാൽ ഹം തന്നെ, മാ എന്ന് പറഞ്ഞാൽ മേ, താ എന്ന് പറഞ്ഞാൽ തു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് തും എന്ന് പറഞ്ഞാൽ തും, ഹം എന്ന് പറഞ്ഞാൽ ഹം, താ എന്ന് പറഞ്ഞാൽ തു, മാ എന്ന് പറഞ്ഞാൽ മേം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ മാ വെച്ചിട്ടല്ലേ തുടങ്ങുന്നത്? മുജേ. അപ്പൊ എന്താണ് സർവനാമം? മേമാണ് സർവനാമം. ഓക്കെ അല്ലേ? സർവനാമം മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? കോഷ്ടക് സേ ഉചിത് വാക്യാംശ ചുൻകർ വാക്യോം കി പൂർത്തി കരെ. അതായത് കുറച്ച് വാക്കുകൾ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഡാഷ് 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 കൊടുത്തിട്ടില്ലേ, അതിന്റെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെട്ടെന്നായിട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് കിട്ടും. നോക്കാം. രാജ്കുമാരോ കി ജാൻ. ഫസ്റ്റത്തെ പോയിന്റ് ആണ്. രാജ്കുമാരോ കി ജാൻ ഡാഷ്. രാജകുമാരന്മാരുടെ ജാൻ. ജാൻ എന്ന് വെച്ചാൽ ജീവൻ. ഡാഷ് ഡാഷ് എന്താണ്? ബരാഹുവാദ, നിറഞ്ഞിരിക്കുകയായിരുന്നു. ആണോ? നിറഞ്ഞിരിക്കുകയായിരുന്നു രാജകുമാരുടെ ജീവൻ. അല്ല. നുക്സാൻ കർത്താഹെ, നശിപ്പിക്കുകയായിരുന്നു. ആണോ? അല്ല. ഗുരുജിയായി. രാജകുമാരുടെ ജാനിന് വേണ്ടിയിട്ട് ഗുരുജിയായി. ശരിയാണ്. രാജകുമാരുടെ ജാനിന് വേണ്ടിയിട്ട് ഗുരുജി വന്നു. പക്ഷെ അതാണോ? രാജകുമാരോ കി ജാൻ സങ്കടമേഹേ. അവരുടെ ജീവൻ എന്താണ്? സങ്കടത്തിലായിരുന്നു. അല്ലേ? അവരെങ്ങനെ സങ്കടത്തിലായത്? അവരെ സിംഹം ഓടിച്ചിട്ടപ്പോഴാണ് അവർ സങ്കടത്തിലായത്. രാജ്കുമാരോ കി ജാൻ സങ്കടമേഹേ. രാജ്കുമാരോ കി അന്തർ അഹങ്കാർ. അവരുടെ മനസ്സിൽ എന്തായിരുന്നു? അഹങ്കാരം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ? രാജ്കുമാരോ കി അന്തർ അഹങ്കാർ ബരാഹുവാദ. അഹങ്കാരം എന്താണ്? നിറഞ്ഞിരിക്കുകയായിരുന്നു. അതെഴുതി കൂടെ നമ്മൾക്ക്. രാജ്കുമാരോ കി അന്തർ അഹങ്കാർ ബരാഹുവാദ. അഹങ്കാർ ജ്ഞാൻ കാ നുക്സാൻ കർത്താ ഹേ. അഹങ്കാരം എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഹങ്കാർ ജ്ഞാൻ കാ നുക്സാൻ കർത്താ ഹേ. അഹങ്കാരം ജ്ഞാനിനെ നശിപ്പിക്കും, അല്ലെങ്കിൽ ജ്ഞാൻ കാ നുക്സാൻ കർത്താ. ഏതായാലും സെയിം തന്നെ. പിന്നെ രാജ്കുമാരോ കി ജാൻ ബച്ചാനെ. ആരാ വന്നത്? രാജ്കുമാരന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് സിംഹാണോ വന്നത്? പക്കരിയാണോ വന്നത്? അല്ലാരാണ് വന്നത്? ഗുരുജിയായേ. നോക്കിയെടുത്ത് എഴുതാ. കറക്റ്റ് വേർഡുകൾ നോക്കിയെടുത്ത് എഴുതാ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. തെറ്റിക്കാനായിട്ട് പാടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ചാർ സഹി പ്രസ്താവ് ചുൻകറിലേക്ക്. അതായത് ഒരു 6 പോയിന്റ് വന്നിട്ടുണ്ട്. 6 പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം? 4 എണ്ണം പിക്ക് ചെയ്ത് 4 മാർക്ക് പോക്കറ്റിലിരിക്കും. മനസ്സിലായോ? ഭയങ്കര സിമ്പിൾ ആണ്. ശരിക്കും വായിച്ച് നോക്കണമെന്ന് മാത്രം. നിങ്ങൾ വായിച്ചു നോക്കാണ്ട് കണ്ണിക്കട എഴുതിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത്. ദയവ് ചെയ്ത് കറക്റ്റ് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് 4 മാർക്ക് കിട്ടും കേട്ടോ. നോക്ക്, ഫസ്റ്റത്തെ നോക്കാം. ഹറേക് മേ കുച്ച് നാ കുച്ച് ജ്ഞാൻ ഹേ. എല്ലാവരിലും എന്തുണ്ട്? എന്തെങ്കിലുമൊക്കെ ജ്ഞാനങ്ങളുണ്ട്. ശരിയല്ലേ? ആണ്, ശരിയാണ്. എല്ലാവരിലും എന്തൊക്കെയോ ജ്ഞാനങ്ങൾ, എന്തൊക്കെയോ അറിവുകൾ ഉണ്ട്. ഞാൻ ബാഹരി ദിക്കാവാഹേ. ഞാൻ എന്ന് പറയുന്നത് പുറത്തേക്ക് കാണിക്കുന്ന ഭയങ്കര പുറത്തേക്ക് ഭയങ്കര പോഷണ കൊണ്ട് നടക്കുന്നതാണ്. ആണോ? അല്ല, അത് തെറ്റാണ്. പിന്നെ ഞാൻ സബ്കി ബലായിക്കലിയെ. അത് കണ്ണടച്ച് പറയാം. ഞാൻ എന്ന് പറയുന്നതാണ് സബ്കി. സബ്കി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ബലായി, നല്ലതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ സബ്കാ നുക്സാൻ കർത്താഹേ. ഞാൻ എല്ലാവരെയും നശിപ്പിക്കും. ആണോ? ഒരിക്കലില്ല. ഞാൻ അറിവ് എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നശിപ്പിക്കും. പക്ഷെ സബ്കാ നുക്സാൻ കർത്താഹേ എന്ന് പറയുന്നത് തെറ്റാണ്. അഹങ്കാർ സേ ഞാൻ അസഫൽ ഓത്താഹേ. ശരിയല്ലേ? അഹങ്കാരം കൊണ്ട് ഞാൻ എന്താണ്? അസഫൽ. ഒരു കാര്യമില്ലാത്ത കാര്യമായി പോകും. ഒന്നിനും കൊള്ളില്ലാണ്ടായി പോകും. അഹങ്കാരം ഉണ്ടെങ്കിൽ നമുക്ക് ജ്ഞാനം കൊണ്ട് ഒരു കാര്യമില്ല എന്ന രീതിയിലായി പോകും. അപ്പൊ അത് ശരിയല്ലേ? പിന്നെ ദൂസരോങ്കി ബുരായി കർണേവാല അജ്ഞാനി ഹേ. മറ്റുള്ളവർക്ക് വേണ്ടി ചീത്ത ചെയ്യുന്നവൻ, മറ്റുള്ളവർക്ക് വേണ്ടി പൊട്ട ചെയ്യുന്നവൻ അജ്ഞാനിയാണ്, ബുദ്ധിയില്ലാത്തവനാണ്. ശരിയല്ലേ? അപ്പൊ 4 എണ്ണം ഏതാന്ന് ശരിയായിട്ടുള്ളത് കിട്ടിയില്ലേ? ഈ 4 എണ്ണം കറക്റ്റ് വായിച്ച് നോക്കി എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് കിട്ടുമായി ഓർമ്മ വേണം. പിന്നെ നമുക്ക് ടിപ്പണി. ഞാൻ കാ വിഷയ് പർ മിക്കപ്പോഴും വന്ന് വരാറുണ്ട്. ഞാൻ കാ മഹത്വ വിഷയ് പർ ടിപ്പണിയിലേക്ക് ജ്ഞാനത്തിന്റെ മഹത്വത്തിന്റെ പേരിൽ ടിപ്പണി എഴുതുക. ടിപ്പണി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് വീണ്ടും സുഗുദുക്ക് കവിത. സുഗുദുക്ക് കവിതയിലെ ഇതാ കിടക്കുന്നു സഹീമിലൻകരെ. സഹീമിലൻകരെ വീണ്ടും വന്നിരിക്കുകയാണ്. കാരണം എന്തായാലും സഹീമിലൻകരെ ഉണ്ടാവും. നന്നായി വായിച്ച് പഠിച്ചു പോണം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സുഗുദുക്ക് കവിത की पंक्तियों पढ़े मेन प्रश्नों के उत्तर लिखे. अविरत दुख है उत्पीड़न, अविरत सुख भी उत्पीड़न, दुख सुख की निशा दिवा में सोता जगता जग जीवन.
ഈ വരി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് വേറെ വരികളാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു 6 സ്റ്റാൻസി പറ്റും ഉണ്ട്. അതിനകത്ത് ഏതാണ്ട് ഒരു സ്റ്റാൻസിയാണിത്. അവിരത്ത് ദുഃഖ ഹേ ഉൽപീഡനം. അതായത് അവിരത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നിരന്തരമായ ദുഃഖം എന്താണ്, പീഡ നൽകുന്നതാണ് അല്ലെ. എപ്പോഴും ദുഃഖമാണ്, ഭയങ്കര സുഖമാണോ, അല്ല ഭയങ്കര വിഷമമാണ്. എപ്പോഴും ദുഃഖമുള്ളവർ പിന്നെ പറയേ വേണ്ട, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിരത്ത് സുഖപി ഉൽപീഡനം. അവിരത്ത് നിരന്തരമായ സുഖം എന്താണ്, കുറച്ചൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. ദുഃഖ സുഖി നിഷാദിവാമേ സോത്താ ജഗത്താ ജഗജീവൻ. ദുഃഖത്തിന്റെയും സുഖത്തിന്റെയും ഈ രാത്രിയും പകലും പോലെ എന്നും, രാത്രിയും പകലും ഇല്ലാത്ത ദിവസങ്ങളുണ്ടോ, ഇല്ല. അതുപോലെ എന്നും ദുഃഖവും സുഖവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. സോത്താ ജഗത്താ ജഗജീവൻ. എങ്ങനെയാണ്, സോത്താ ജഗത്ത ഉറങ്ങി, ലോകം ഉണരുകയും ഉറങ്ങുകയും ചെയ്യുകയാണ്. സുഖം അതായത് സുഖം അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രിയും പകലും പോലെ വന്നും പൊക്കോണ്ടും ഇരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. സുഖ ദുഃഖ് കവിത കിസ്കി കവിത ഹേ. സുഖ ദുഃഖ് എന്ന് പറഞ്ഞ കവിത കിസ്കി കവിത ഹേ, ആരുടെ കവിതയാണ്? മിക്കപ്പോഴും ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് കവിതയുടെ പേര് അല്ലെങ്കിൽ കവിയുടെ പേര് പഠിച്ചിട്ട് പോകണമെന്ന് പറയുന്നത്. അസ്ഗർ വസാഹത്ത് കി. അസ്ഗർ വസാഹത്തിന്റെ ആണോ സുഖ ദുഃഖ് കവിത? അല്ല. പി മധുസൂദനന്റെ ആണോ? അല്ല. പിന്നെ ആര്, സുഭദ്രാകുമാരി ചൗഹാൻകി ആണോ? അല്ല. ആരുടെയാണ്? സുമിത്രാനന്ദൻ പത്കി. നമ്മള് ടിപ്പണി പഠിക്കുമ്പോൾ ഫസ്റ്റ് വരി പഠിക്കുന്ന അതാണ്. ഹിന്ദി की एक प्रमुख कवि സുമിത്രാനന്ദൻ की एक छोटी कविता है सुख दुख. മറന്നുപോയോ? ഇല്ല. ടിപ്പണിയുടെ ഫസ്റ്റ് വരി നോക്കി നോക്ക്. സുഖ ദുഃഖ കവിത ശ്രീ സുമിത്രാന്റെ പത്കി ഹേ. ഇല്ലേ, ഇങ്ങനെ കൊടുത്തിട്ടില്ലേ? ഇത് കറക്റ്റാ. ടിപ്പണി പഠിച്ചവർക്ക് എന്തായാലും കിട്ടും. പക്ഷെ കറക്റ്റായിട്ട് പഠിച്ചു തന്നെ പോണം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? सामान अर्थ वाले शब्द चुनकर सामान अर्थ वाले शब्दों का मिलन करे. ശരിയായിട്ട് അർത്ഥം വരുന്നതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുക. സഹി മിലൻ കരെ, മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നില്ല ഇതിനകത്ത് എടുത്തുള്ളത്. ദയവ് ഇങ്ങനെ അങ്ങനെ ഒന്നും വരച്ചേക്കരുത്. ടീച്ചർ വരയ്ക്കുമ്പോൾ വരയ്ക്കരുത്. നിങ്ങൾ കറക്റ്റ് ഇതൊക്കെ വരച്ച് അതിന്റെ നേരെ ഏതാണ് ആൻസർ അതിന്റെ നേരെ എഴുതി വെക്കണം കേട്ടോ. നോക്കാം. നമുക്ക് 4 എണ്ണം തന്നിട്ടുണ്ട്, ഇപ്പുറത്ത് 4 എണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് അങ്ങോട്ട് ഇവിടെ മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അവിരത്ത്, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിരത്ത് ദുഃഖ് ഹേ ഉൽപീഡൻ. നിരന്തരമായ ദുഃഖം ഉൽപീഡൻ, പീഡ നൽകുന്നതാണ്. അവിരത്ത് സുഖ് ഹേ ഉൽപീഡൻ. നിരന്തരമായ സുഖം എന്താണ്, പീഡ നൽകുന്നതാണ്. അപ്പം എന്താണ്, അവിരത്ത് എന്ന് പറഞ്ഞാൽ നിരന്തരമായത്. നെക്സ്റ്റ് ഉൽപീഡൻ. ഉൽപീഡൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അതിൻ്റെ അടി കിടക്കുന്നത് പീഡ. കണ്ട പീഡ. ഉൽപീഡൻ എന്ന് വെച്ചാൽ പീഡ. നേരെ മാച്ച് ദ ഫോളോയിങ് ചെയ്യുക. പിന്നെ നിഷ. നിഷ എന്ന് പറഞ്ഞാൽ എന്താണ്, നിഷ അവിടെ കൊടുക്കട്ടെ. ദിൻ, ദിവ. ദിവ കണ്ട, ദിവ എന്ന് പറഞ്ഞാൽ ദിൻ, നേരെ കൊടുക്കുക ദിൻ. നിഷ എന്ന് പറഞ്ഞാൽ രാത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഓൺ എക്സാമിന് പ്രതീക്ഷിക്കും. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത് മാത്രമല്ല കേട്ടോ, ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകാം. മിക്കപ്പോഴും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും നല്ല മക്കളായിട്ട് നിങ്ങളുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.